സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം ഗവർണർ സർക്കാർ പോര് വീണ്ടും രൂക്ഷമാകുന്നു. ഇതോടെ തദ്ദേശ വാർഡ് പുനർവിഭജനം സർക്കാരിന് തിരിച്ചടിയാകാനുള്ള സാധ്യത ഏറുകയാണ്. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡുകൾ വിഭജിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. തീരുമാനമനുസരിച്ച് എല്ലാ തദ്ദേശ വാർഡുകളിലും ഓരോ വാർഡുകൾ വീതം കൂടും. കൂടാതെ പഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെ വാർഡുകൾ വർദ്ധിക്കും. വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ബില്ല് പാസാക്കിയത്. എന്നാൽ ബില്ല് അംഗീകരിക്കരുത് എന്ന് വി.ഡി. സതീശൻ ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. ജനസംഖ്യയ്ക്ക് ആനുപാതികമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് കൂട്ടുന്ന തരത്തിൽ പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ ഭേദഗതി വരുത്തും. ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടേണ്ടതുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് 2019 ജനുവരിയിൽ വാർഡ് വിഭജനത്തിനായി ഓർഡിനൻസ് ഇറക്കിയെങ്കിലും ഗവർണർ ഒപ്പിട്ടിരുന്നില്ല. 2020 ഫെബ്രുവരിയിൽ നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചുവെങ്കിലും കോവിഡിനിടെ വാർഡ് വിഭജനം അസാധ്യമായതിനാൽ മറ്റൊരു ഓർഡിനൻസ് ഇറക്കി നിയമ ഭേദഗതി ഉപേക്ഷിക്കുകയായിരുന്നു. സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ വാർഡുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. 2021 സെൻസസ് നടന്നിട്ടുമില്ല. അതിനാൽ ജനസംഖ്യാ വർധനവിന്റെ കണക്കില്ല. അതുകൊണ്ടാണ് നിയമ ഭേദഗതിയും അതിനനുസരണവുമായ ഓർഡിനൻസും വേണ്ടിവരുന്നത്. ഇതേ ആവശ്യത്തിന് മുൻപ് ഓർഡിനൻസ് കൊണ്ടുവന്നപ്പോൾ സെൻസസ് നടന്നിട്ടില്ല എന്നതടക്കം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗവർണർ നിഷേധിച്ചിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഒപ്പിടാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഓർഡിനൻസ് ഗവർണർ മടക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണം എന്നായിരുന്നു ഗവർണറുടെ വിശദീകരണം. എന്നാൽ ഇപ്പോൾ നിയമസഭയിൽ സർക്കാർ ബില്ല് പാസാക്കിയിരിക്കുകയാണ്. ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് ബില്ല് പാസ്സായത്. പൊതുവെ ഇത്തരം ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുകയാണ് പതിവ്. പക്ഷേ സർക്കാർ പാസാക്കിയ ബില്ല് അംഗീകരിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടി വി.ഡി. സതീശൻ ഇപ്പോൾ ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. മുൻപേ തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഓർഡിനൻസിൽ ഗവർണർ സർക്കാർ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇതേ സാഹചര്യത്തിലാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിനെതിരെ വീണ്ടും ശക്തമായ ഒരു ആയുധം ലഭിക്കുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡ് വിഭജനം പൂർത്തിയാക്കാനായിരുന്നു സർക്കാരിന്റെ നീക്കം. സർക്കാരിന്റെ പദ്ധതി അനുസരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്താകെ 1200 വാർഡുകൾ വരുമെന്നാണ് കണക്കാക്കുന്നത്. നിലവിൽ 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ 21,865 ജനപ്രതിനിധികളുണ്ട്. ഭേദഗതിയാകുന്നതോടെ ഇതിൽ 1200ന്റെ വർധനവുണ്ടാകും. പഞ്ചായത്തുകളിൽ 1000 പേർക്ക് ഒരു വാർഡ് എന്നാണ് കണക്ക്. ജനസംഖ്യ വർദ്ധിച്ചെന്ന് വിലയിരുത്തിയാണ് പുനർനിർണയം. ചെറിയ പഞ്ചായത്തുകളിൽ 13ഉം വലുതിൽ 23 വാർഡുകളുമാണ് നിലവിലുള്ളത്. ഭേദഗതിയോടെ ഇത് 14ഉം 24ഉമായി ഉയരും. നിലവിൽ സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതിനാണ് മേൽക്കൈ. 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയമാണ് ഇടതുമുന്നണി നേടിയത്. 86 മുനിസിപ്പാലിറ്റികൾ ഉള്ളതിൽ 45 എണ്ണത്തിൽ UDF ഭൂരിപക്ഷം നേടിയപ്പോൾ 35 എണ്ണമാണ് LDFിനൊപ്പം പോയത്. 14 ജില്ലാ പഞ്ചായത്തുകൾ ഉള്ളതിൽ 10ഉം ഇടതുപക്ഷത്തിനാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളാകട്ടെ കൂട്ടത്തോടെ LDFിനൊപ്പമാണ് നിന്നത്. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 108 എണ്ണം LDF നേടിയപ്പോൾ അതിന്റെ 1/3 UDFിന് നേടാനായുള്ളൂ. ഗ്രാമപഞ്ചായത്തുകളാണ് നല്ലൊരളവിൽ UDFിന്റെ മാനം രക്ഷിച്ചതെന്നും വേണേൽ പറയാം. 941 പഞ്ചായത്തുകളിൽ 370-ലധികം എണ്ണത്തിൽ ഭൂരിപക്ഷം നേടാൻ അവർക്ക് സാധിച്ചു. എന്നാൽ അവിടെയും LDFിന് തന്നെയാണ് വലിയ മേൽക്കൈ. 500-ലേറെ പഞ്ചായത്തുകൾ ഭരിക്കുന്നത് LDF ആണ്. പക്ഷേ BJPയുടെ മുന്നേറ്റമാണ് അന്നേ ഇടതിനെ അലട്ടിയത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇടതുമുന്നണി വലിയ നേട്ടമുണ്ടാക്കിയപ്പോൾ BJPയും ഇടതുമുന്നണിയോട് പൊരുതി തിളക്കമാർന്ന വിജയം നേടിയിരുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ തവണയത്തെ പോലെ 35 സീറ്റ് നേടാൻ അവർക്ക് കഴിഞ്ഞു. പാലക്കാട് നഗരസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തിയ BJP ആദ്യമായി 12 നഗരസഭാ ഭരണവും നേടി. 24 ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണവും അവർക്ക് തന്നെയാണ്. കൊച്ചി, തൃശൂർ കോർപ്പറേഷനുകളിൽ നിർണായക ശക്തിയാകാനും BJP കൗൺസിലർമാർക്ക് കഴിയുമെന്ന സ്ഥിതിയായിരുന്നു. കൊല്ലത്ത് 2-ൽ നിന്ന് 6-ലേക്ക് എറണാകുളത്ത് 2-ൽ നിന്ന് 5-ലേക്കും സീറ്റ് ഉയർത്തിയ BJP കണ്ണൂർ കോർപ്പറേഷനിൽ അക്കൗണ്ട് തുറന്നു. BJPയുടെ ഈ മുന്നേറ്റത്തിന് തടയിടാനാണ് വാർഡുകൾ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വിഭജിക്കാനുള്ള സർക്കാരിന്റെ നീക്കം. എന്നാൽ ഈ നീക്കം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പ്രതിപക്ഷം കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഗവർണറുടെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പ്രതിപക്ഷത്തിനുണ്ട്. എന്നാൽ കാലങ്ങളായുള്ള തങ്ങളുടെ ശ്രമത്തെ ഉപേക്ഷിക്കുക എന്ന നിലപാടിലേക്ക് സർക്കാർ നീങ്ങാനുള്ള സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഗവർണർ സർക്കാർ പോരിലേക്കാണ് സാഹചര്യങ്ങൾ നീങ്ങുന്നതെന്നും വിലയിരുത്താം. എന്നാൽ എല്ലാ തവണകളിൽ നിന്നും വ്യത്യസ്തമായി പ്രതിപക്ഷം കൂടി ഗവർണർ പക്ഷത്തുണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ തർക്കത്തിന് അല്പം മൂർച്ചയേറും.